നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ജനമനസ്സിൽ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടേത്. ചാണ്ടി ഉമ്മൻ. ജനമനസ്സിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ പേരിലാണെന്ന് മകൻ ചാണ്ടി ഉമ്മൻ MLA. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് വേണമെന്ന് ആഗ്രഹമില്ലെന്നായിരുന്നു മകൻ ചാണ്ടി ഉമ്മൻ MLAയുടെ പ്രതികരണം. വിഴിഞ്ഞം പൂർത്തീകരിച്ച സർക്കാരിന് നന്ദിയെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ലഡാക്കിൽ സൈനിക ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെ പൊട്ടിത്തെറി. 2 സൈനികർക്ക് വീരമൃത്യു. ലഡാക്കിൽ സൈനിക ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ 2 സൈനികർക്ക് വീരമൃത്യു. ഇന്നലെ തന്ത്രപ്രധാനമായ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ഒരു ഘടകം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് സൈന്യം അറിയിച്ചു. അപകടത്തിൽ ക്രാഫ്റ്റ്മെൻ ശങ്കരറാവു ഗൊട്ടാപ്പു തൽക്ഷണം മരിച്ചു. ഗുരുതരമായി പരിക്കുപറ്റിയ ഹവിൽദാർ ഷാനവാസ് അഹമ്മദ് ഭട്ടിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് സൈന്യം അറിയിച്ചു. ശ്വാസം മുട്ടി വിശ്വാസിയുടെ മരണം. പ്രദക്ഷിണത്തിനിടെ വിഗ്രഹം വീണ 7 പേർക്ക് പരിക്ക്. പുരി ക്ഷേത്രത്തിലെ അപകടത്തിൽ BJP പ്രതിരോധത്തിൽ. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പ് ഒഡീഷയിൽ അധികാരത്തിലേറിയ BJP സർക്കാരിന് വെല്ലുവിളി. 9 ദിവസം നീണ്ടു നിൽക്കുന്ന 20 ലക്ഷത്തിലേറെ വിശ്വാസികൾ എത്തിച്ചേരുന്ന ഉത്സവ നടത്തിപ്പിൽ ഇതിനോടകം തന്നെ BJP സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷി BJD രംഗത്തെത്തി. ക്ഷേത്ര ഉത്സവത്തിനിടെ ഉണ്ടായ തിരക്കിൽ വിശ്വാസി ശ്വാസം മുട്ടി മരിച്ചതും വിഗ്രഹങ്ങളിലൊന്ന് താഴെ വീണ് വിശ്വാസികൾക്ക് പരിക്കേറ്റതും സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ചരിത്ര നിമിഷത്തിനാണ് വിഴിഞ്ഞം സാക്ഷി. വാണിജ്യ തൊഴിൽ മേഖലയിൽ വരാനിരിക്കുന്നത് വലിയ സാധ്യതകൾ. VN വാസവൻ. വിഴിഞ്ഞം തുറമുഖം വഴി വാണിജ്യ തൊഴിൽ മേഖലയിൽ വരാനിരിക്കുന്നത് വലിയ സാധ്യതകളാണെന്ന് മന്ത്രി VN വാസവൻ. വിഴിഞ്ഞം പദ്ധതി ഈ നിലയിലേക്ക് എത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. നിരവധി സമരങ്ങൾ ഉടലെടുത്തു. അതിനെയെല്ലാം നിശ്ചയദാർഢ്യത്തോടെ മറികടക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാഠ്യപദ്ധതിയിൽ മനുസ്മൃതി ഉൾക്കൊള്ളിക്കാൻ ശുപാർശ പ്രതിഷേധിച്ച് കോൺഗ്രസ് അനുകൂല സംഘടനകൾ. പിന്മാറി ഡൽഹി സർവകലാശാല. പാഠ്യപദ്ധതിയിൽ മനുസ്മൃതി ഉൾപ്പെടുത്താനുള്ള നീക്കം വിവാദമായതോടെ ഇതിൽ നിന്നും പിൻവാങ്ങി ഡൽഹി സർവകലാശാല. LLB കോഴ്സുകളിൽ മനുസ്മൃതിയിലെ ഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ടെന്ന വാർത്തകൾ വിവാദമായതോടെ വൈസ് ചാൻസലർ യോഗേഷ് സിംഗാണ് മനുസ്മൃതി പഠിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നത്. അധിക ബാച്ചുകൾ വന്നാലും കുട്ടികൾ പുറത്തു തന്നെ. മലബാറിലെ +1 സീറ്റ് പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമില്ല.
താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചെങ്കിലും മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ലെന്ന് കണക്കുകൾ. അനുവദിച്ച 120 താൽക്കാലിക ബാച്ചുകളിൽ 60 കുട്ടികൾ വീതം ഇരുന്നാൽ പോലും മലപ്പുറത്ത് 2500ഓളം വിദ്യാർത്ഥികൾക്ക് പ്രശ്നം നേരിടും. ഒറ്റ സയൻസ് ബാച്ചുകൾ പോലും മലപ്പുറത്ത് പുതുതായി അനുവദിച്ചിട്ടില്ല എന്നത് ന്യൂനതയാണ്. പുതുതായി സയൻസ് ബാച്ചുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിദ്യാർത്ഥികൾ. ഒന്നാം ഘട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പാലക്കാടും കോഴിക്കോടും 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് സീറ്റായിട്ടില്ല. എന്നാൽ ഈ ജില്ലകളിൽ ഒറ്റ താൽക്കാലിക ബാച്ചുകൾ പോലും അനുവദിക്കാത്തതും പ്രതിസന്ധിയാണ്. യുവതി മൊഴി മാറ്റിയിട്ടും പോലീസ് മുന്നോട്ട്. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ 5 പ്രതികൾ കുറ്റപത്രം നൽകി. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 498A, 324, 307, 212, 294 IPC തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കേസിൽ 5 പ്രതികളാണുള്ളത്. കേസ് റദ്ദാക്കാൻ പ്രതിഭാഗം നൽകിയ ഹർജി അടുത്ത മാസം 8-ന് പരിഗണിക്കാനിരിക്കെയാണ് കുറ്റപത്രം നൽകിയത്. കേസിൽ ഇരയായ പെൺകുട്ടി മൊഴി മാറ്റിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തുടർന്ന് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിയായ രാഹുൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രത്തിന് നല്ല സമീപനം. സംസ്ഥാനം വാക്കു പാലിച്ചില്ലെന്ന് ലത്തീൻ സഭ. വിഴിഞ്ഞം തുറമുഖം പദ്ധതിയിൽ ആരെയും ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഔദ്യോഗികമായി വിളിച്ചിരുന്നില്ലെന്നും ലത്തീൻ സഭ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര. സംസ്ഥാന സർക്കാർ വാക്കുപാലിച്ചില്ല. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ജനകീയ സമീപനമാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മോഹൻലാൽ കേരള ക്രിക്കറ്റ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി സൂപ്പർ താരം മോഹൻലാൽ. ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് KCLന്റെ ഭാഗമാകുന്നത്. ഒട്ടേറെ മികച്ച പ്രതിഭകൾ കേരള ക്രിക്കറ്റിൽ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ദേശീയ ശ്രദ്ധയും അതുവഴി മികച്ച അവസരങ്ങളും കൈവരാനുള്ള അവസരമാണ് ലീഗിലൂടെ ഒരുങ്ങുന്നതെന്ന് മോഹൻലാൽ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.